പോലെ പോലെ നിന്നെ മനസ്സിൽ ഞാൻ കാത്തുവച്ചു ഇമ്പമോടെ ഇഷ്ടമോടെ പെണ്ണെ ചെമ്പകപ്പൂ ചേലൊഴുകും പെണ്ണെ ചുണ്ടിൽ മാമ്പഴത്തിൻ തേനൊഴുകും പൊന്നേ പെണ്ണെ ചെമ്പകപ്പൂ ചേലൊഴുകും പെണ്ണെ വലിയ വീടിനുള്ളിലെ മുഞ്ചുള്ള പെണ്ണല്ലേ കടലോരക്കുടിലിൽ കഴിയുന്നവനല്ലേ ഞാൻ മുല്ലപ്പൂമോളാണ് റോസാപ്പൂവിൻ നിറമാണ് തേനൂറും കിളിമൊഴിയാണ് കാണാൻ മുഞ്ചുള്ള പെണ്ണാണ് കര കാണാ കടലിനക്കരെ എനിക്കുണ്ടൊരു പൊന്മുത്ത് കടലേഴും കടന്നു പോയ കടലായൊരു പൂമുത്ത് ഏത് ചാനൽ തുറന്നാലും ഇപ്പോൾ റിയാലിറ്റി ഷോയുടെ കാലഘട്ടമാണ്. റിയാലിറ്റി ഷോയിൽ വളരെ മികവുറ്റ ഒരു റിയാലിറ്റി ഷോ ഉണ്ട്, മഞ്ച് സ്റ്റാർ സിംഗർ. ജൂനിയർ കുട്ടികളുടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കുന്നതാണ്. മഞ്ച് സ്റ്റാർ സിംഗറിലെ ഒരു സൂപ്പർ, അതായത് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ മിലിന്ദ് അജിത്തിന്റെ ഒരു സൂപ്പർ പ്രകടനം. சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போற என்ன பத்தி கேளுங்கடா வாய பத்தி ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போற என்ன பத்தி கேளுங்கடா வாய பத்தி கட்ட வெட்டி பொங்க வச்சா பொக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா பொக்கிரி பொங்கல் பொக்கிரி பொங்கல் ஆட்டுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போற என்ன பத்தி கேளுங்கடா வாய பத்தி செஞ்சா முந்தானையில் துளிக்கட்டும் தாய்மாரே நீ கொஞ்சம் தள்ளி வச்சா அத்த ஒன்ன மன்னிப்பல்ல தாய்ப்பால் உனக்கு கொக்கு கொல தாயும் சேயும் ரெண்டு கண்ணு கால தொட்டு பூஜை பண்ண நான் ரொம்ப திருப்பு என்னோட பொறுப்பு நடமாட்டும் நெருப்பு அடிய முடிய கலந்து வச்சு விடிய விடிய பொங்க வச்சா பொக்கிரி பொங்கல் பொக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா பொக்கிரி பொங்கல் பொக்கிரி பொங்கல் Chill, 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 chill,
மழைக்காலத்தில் கொலை செய்யலாம், கண்ணீரில் மிதக்கின்ற கட்டுமரம். வெயில் காலத்தில் கொலை செய்யலாம், அணையாம இருக்கின்ற கட்டுமரம். சேரி இல்ல ஊருக்குள்ள பொறக்கா வேணும் பெறப்புள்ள, பட்டதெல்லாம் எடுத்து சொல்ல பட்ட படிப்பு தேவையில்லை. தீப்பந்தம் எடுத்து தீண்டாமை கொளுத்து, இதுதான் என் கருத்து. கடிய முடிய கலந்து வச்சு விடிய விடிய பொங்க வச்சா பொக்கிரி பொங்கல். பொக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பிலாம எரிய வச்சா பொக்கிரி பொங்கல். பொக்கிரி பொங்கல் ஆட்டுங்கட்டா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி. எல்லுங்கடா பாய பத்தி கட்ட வெட்டி பொங்க வச்சா களியதா பொங்கலடா. துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா. எடிய மோதிய கலந்து வச்சு விடிய விடிய பொங்க வச்சா பொக்கிரி பொங்கல். பொக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பிலாம எரிய வச்சா பொக்கிரி பொங்கல். பொக்கிரி பொங்கல். ചില വീട്ടിലെ കുട്ടികൾ, എല്ലാവരും ഇല്ല, ചില കുട്ടികളൊക്കെ ഈ വായ് തുറന്നാൽ അസഭ്യം മാത്രമേ പറയൂ. അത് എനിക്ക് തോന്നുന്നു അവര് വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടാണ് ഈ കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നതും തെറി വിളിക്കുന്നതൊക്കെ. പക്ഷെ ഇവിടെ ഒരു വീട്ടിലൊരു കുട്ടിയുണ്ട്, ആ വായ് തുറന്നാൽ അസഭ്യം. അസഭ്യം എന്ന് പറഞ്ഞാൽ തെറിവാക്കിന് പുറമെ ഇപ്പൊ മോനെ ഇങ്ങോട്ട് വാടാ, നീ പോടാ, നീ സൗകര്യമില്ല, നീ പോടാ, നീ ആകാ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ എന്ന് തെറിച്ച വർത്തമാനം പറയുന്ന ചില കുട്ടികളുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ സൃഷ്ടിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ തന്ത ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കാരണം ഇവരെ ഒരു ചടങ്ങിന് ഉൾക്കൊള്ളിക്കാതായി. പെട്ടെന്നാണ് അവരുടെ വീട്ടിന് തൊട്ടടുത്ത് ഒരു വിവാഹ ചടങ്ങ് നടക്കുകയാണ്. ആ വിവാഹ ചടങ്ങിലേക്ക് ഈ രണ്ട് ആൾക്കാരെയും, അച്ഛനെയും മകനെയും, ഈ തെറിച്ച മോനെയും അച്ഛനെയും വിളിക്കുകയാണ് അവർ. തീർച്ചയായിട്ടും കല്യാണത്തിന് വരണം, വരാതിരിക്കരുത്. അങ്ങനെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷണിച്ച് വിവാഹ ചടങ്ങിൽ എത്തിയപ്പോൾ ആ വീട്ടുകാർ ഒരു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. അതെ, മോനെ കൊണ്ടുവരുന്നത് കൊള്ളാം, ഒന്ന് ശ്രദ്ധിച്ചോളണേ. നിന്റെ കള്ളക്കാരുടെ കണ്ണിൽ താഴമ്പൂ താമരപ്പൂ തൈലോ തെന്നിലാവൂ. ഞാൻ എന്തൊരു പാട്ടാണ്. ലജ്ജാവതി നിന്റെ കള്ളക്കാരുടെ കണ്ണിൽ താഴമ്പൂ താമരപ്പൂ തേനൂ തെന്നിലാവൂ. ഞാൻ എന്തൊരു പാട്ടാന്നറിയാം. ഞാൻ ലജ്ജാവതി എന്റെ പാട്ട് കേട്ട് നാട്ടുകാർ ഉറങ്ങണില്ല മോനെ. പുറത്തുനിന്ന് വന്നു പരാതിയാ പോലീസ് സ്റ്റേഷനിൽ. മോൻ പാടിയാൽ ഞങ്ങളൊക്കെ വീടഴിഞ്ഞു പോകുമെന്ന് അറിഞ്ഞിട്ട്. ഓടാ പട്ടി. എന്നോട് ഞാൻ പലപ്പോഴും പറയണ ഞാനൊരു തന്തയാണ്. ഈ വായ തുറന്നു കഴിഞ്ഞാൽ വൃത്തികേടെ പറയുള്ളൂ. ഒരു തന്തയല്ലോടോ ഞാൻ. മോനെ ഞാൻ തൊടാനി എന്താണടാ എന്റെ കോലോ. ജിംനാസ്റ്റിക്കിൽ ഇതല്ലേ അർണോൾഡിനെ കണ്ടോ? അർണോൾഡിനെ ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ, എന്റെ അച്ഛനെ ഞാൻ കണ്ടില്ല. എന്റെ അച്ഛൻ ഞാനാണ്. അല്ല എന്റെ പൊന്നു മോനജി എന്തൊക്കെയാ കളിക്കണത്. ബുദ്ധി ഇല്ലെങ്കിൽ ഇങ്ങനെയായി പോവുക മനുഷ്യൻ. അല്ല കട്ടല്ല, കട്ടല്ല, കട്ടെടുത്തെന്ന് തരും ഞാൻ അടുക്കളയിൽ നിർത്തിട്ട്. എടാ ഈ ആ തെമ്മാടിത്തരും വൃത്തിയോടൊക്കെ നിർത്തിയിട്ട് ഒരു മാന്യനായി ജീവിക്കൂ. കാരണം നീ ചെറുപ്പത്തിൽ നീ ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി നിനക്ക് എത്ര പൈസ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. എന്തിനത് എന്നെ ഒന്ന് ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിട്ട്. എടാ ഒരൊറ്റ ഒന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നിലത്തും വെച്ചില്ല, മുകളിലും കയറ്റിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞ് നിനക്ക് പല്ല് തേക്കാൻ വരെ ഞാൻ ഓർലിക്സാ. നിന്റെ ഭംഗി എന്റെ ഭംഗിയാ. എന്നിട്ട് ഇത്ര കറുത്തു പോയല്ലോ എന്റെ പൊന്നുമോനെ. കറുത്തന് വേറൊരു സങ്കടം ഉണ്ട് അച്ഛന്. നിന്റെ അമ്മയും ഞാനും എന്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും കൂടെ അന്നൊക്കെ നിന്നെയായിരുന്നു. നീ അന്ന് വല്ല ആ ഈ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു വലിയൊരു കുട്ടിയായിരുന്നു. വെള്ളത്തിൽ സൂര്യകാന്തി പെറ്റമായിട്ടാ തോന്നുക. അങ്ങനെ എന്നെ എടുത്തിട്ട് ഞാൻ എല്ലാ വീട്ടിലും പോകും, ഇരക്കാനല്ല. എൻ്റെ മോൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അന്യം കൊണ്ട് കോട്ടക്കല്ല അരിവേശാലെ കാണാൻ പോയി ഞാൻ എൻ്റെ അമ്മക്കൂടെ. ഞങ്ങളിങ്ങനെ നടന്ന് അരിവേശാലിൻ്റെ പിന്നെ മാനേജിങ് ഡയറക്ടർ ഉണ്ട്, പിന്നെ എനിക്കറിയില്ല. അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പൊ ഓരോ കഷായം ഉണ്ടാക്കണ ദശമൂലായുഷ്ഠം കൊണ്ട് ഡൈലൂട്ട് ചെയ്യണം ഇളഞ്ചൂടില്. അതിന്റെ ഇടയ്ക്ക് ഞാൻ അത് ആലോചിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ ഒക്കത്തിന് വീടുപോയി. എടാ ദുഷ്ടല്ല, പിന്നെ പൊക്കി നോക്കുമ്പോ ഈ കളറായി പോയി. ഒന്നും പോലെ തന്റെ കുഴപ്പമില്ല. വൃത്തികളൊന്നും
അല്ല അതിനെക്കൊണ്ട് ആരെങ്കിലും തന്നെ നോക്കും. പിന്നെ ഞാൻ എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറയൂ? നമ്മളെ വീട്ടിന് തൊട്ടടുത്ത് ആ മത്തായി ഏട്ടന്റെ മത്തായോ ഞാൻ നിന്നോട് പേടോ അത് എന്റെ അച്ഛന്റെ കൂടെ പഠിച്ച ആളാ. നിന്റെ പ്രായം നോക്ക മത്തായി ഇത്രയും നീട്ടിക്കൊണ്ടുണ്ട ആളാ മത്തായി ഏട്ടന്റെ മോണ്ട് ബെന്നി. ബെന്നിനെ തയ്യ തിന്നാൻ പോവുക. എടാ ബെന്നിന്റെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച. ബെന്നിയുടെ കല്യാണം ജീവിതത്തിൽ എനിക്ക് എത്ര തിന്നാൻ തരുന്നുണ്ടടാ. ആ കൂട്ടിയിട്ടൊക്കെ തിന്നാൻ തന്നിട്ട് അവസാനം നായ്ക്കൊക്കെ കൊടുക്ക. അല്ല അതിനെക്കാട് നല്ല ഐറ്റൊക്കെ തന്നെ കൊടുക്കണം. അപ്പൊ എന്താണ് നിന്നെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വേണ്ടാത്ത ഒരു വർത്താനും ആ കല്യാണ വീട്ടിൽ ചെന്നാൽ നീ മിണ്ടരുത്. ആരെന്ത് ചോദിച്ചാലും പറയുക. കാരണം എന്താ പറയുക, നിന്റെ ഈ തെമ്മാടിത്തരം പറച്ചിലുകൊണ്ട് നിനക്ക് മാത്രമല്ല കിട്ടണ, അച്ഛനും കിട്ടുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടൂല. എന്റെ അച്ഛനെ തന്നെയാണ് മിണ്ടൂല. അയ്യോ എന്നെ കല്യാണത്തിന് കൊണ്ടുപോയില്ലേ? എന്നെ കല്യാണത്തിന് കൊണ്ടുപോയില്ല. നന്നായിട്ട് എൻ്റെ തീറ്റിക്കില്ല. പായസം കുടിക്കണം, ഏത് ചോറില്ലാം, ജിലേബി വാങ്ങിച്ചെല്ലാം, പൊട്ടി. ഇതൊക്കെ സമ്മതമാണ്. ഞാൻ ചെയ്യുന്നവരുടെ കല്യാണ വീട്ടിൽ പോകണ ഉത്സവപ്പറമ്പ് പോയി കുത്തുന്ന പോലെ എല്ലാം അച്ഛനേറ്റടാ. നന്ദികാട് കാണിക്കരുത്, വൃത്തികാട് പരുത്. ഇന്നെ നേരം വെളുക്കോളും വേണ്ടാത്തരം പറഞ്ഞോ. എന്താണ് മോനായിട്ട് ഇങ്ങനെ ഒരു ഗതിയായല്ലോ. ലജ്ജാമതി. കല്യാണത്തിന് പോയില്ലേ? പാല് മിഠായി പുഞ്ചിരി പഞ്ചാര പാല് മിഠായി ആർക്ക് തരും ആർക്ക് തരും ആർക്ക് തരും ഓ പഞ്ചാര പാല് മിഠായി. കുറെ നേരമായിട്ടാ എനിക്ക് വെച്ചിട്ട് പാടില്ല. ചോറ് തന്നില്ല ഞാൻ എല്ലാത്തിനെയും ചെറിയ കുടിക്കും ഞാൻ. പൊന്നു മോനെ 100% ആൾക്ക് ചോറല്ല, ഒരു ചെമ്പ് എടുത്ത് പള്ളലാക്കി തന്നെ. കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് എത്ര നേരം നീ ഒരു അക്ഷരം ഒരാളോട് സംസാരിക്കരുത്. ചാക്കാലി വീട്ടിൽ കുറെ എണ്ണം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ പഠിച്ച 2 ആൾ വരുന്നുണ്ട്. കൂടെ പഠിച്ചല്ല ഇപ്പൊ നാട്ടിലുള്ള പലതും പറയും. ഒരക്ഷരം പൊന്നുമോനെ എനിക്ക് അവന്റെ നിപ്പുണ്ടോ? എന്തൊരു പാവം. അച്ഛനെ കണ്ടപ്പോ സാധു. എന്ത് കോലാണ്, എന്ത് കോലാണ്. അവനെന്താ പാവം കണ്ടില്ല ഇരിപ്പ്. എന്താ കൊരങ്ങന്റെ കുട്ടിയൊക്കെ എന്താ എത്ര കുട്ടികളുടെ മാത്രം എല്ലാരും വന്ന് നോക്കരുത്. അല്ല തോണ്ട് ഈ ഡീസൻസി കീപ്പ് ചെയ്യണം കേട്ടോ. ഇത് മതി പോലെ അച്ഛൻ ചത്താലും പ്രശ്നമില്ല. അച്ഛൻ ഇങ്ങനെ അമർത്തി ചിരിക്കല്ലേ മോനെ. അപ്പക്കൂടി തുറന്ന മാതിരി എന്നെ പഠിപ്പിക്കുന്ന ഹെഡ് മാഷ് വരുന്നുണ്ട്. റിട്ടയർഡ് ആണ്. പക്ഷെ അതിൻ്റെ മോൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പക. പണ്ട് മുണ്ടു ഒരു ആളാ. ആരാ ബാബുവോ? എന്താണ് ഇപ്പൊ ഊമ മാതിരി? മോനല്ലേ? നിങ്ങളെ മോനെ ചെയ്യും മുമ്പ് കാണാത്ത മാസ്റ്റേ. അല്ല നിങ്ങളെ നല്ല സ്വഭാവമാണ്. നിർത്തി. ഇവനൊക്കെ എന്ത് വൃത്തികേടായിരുന്നു ക്ലാസ്സിൽ. ഉണ്ടായിരുന്നോന്നോ? ഞങ്ങളില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? അവനെ നിർത്താൻ മാഷേ. അല്ല മാഷല്ല, കഴിഞ്ഞ ആഴ്ച വരെ എന്റെ മുണ്ട് പറിച്ചു ഓടിയാ. ഇങ്ങനത്തെ നിൽക്കുന്ന കുട്ടികൾ ഇന്ത്യയിലുണ്ടോ? അല്ല അതാണ് ഇപ്പൊ എനിക്കും അത്ഭുതം.